നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കാസർഗോഡ് പാലക്കുന്നിൽ ബേക്കറി കട കുത്തിത്തുറന്ന് മോഷണം. മുഖം മറച്ച 2 പേരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. FSCTO നിയമസഭാ മാർച്ചിന് മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ജില്ലാതല പ്രകടനം നടത്തി. 100 കണക്കിന് പേർ പ്രകടനത്തിൽ അണിനിരന്നു. കാസർഗോഡ് ജില്ലയിൽ ഭർതൃമതികളായ യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഒരാഴ്ചക്കിടെ മാത്രം 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നൽകി കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. KGHMOA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാതല പ്രവേശനോത്സവം നടന്നു. ജില്ലയിലെ പോലീസ്, വിദ്യാഭ്യാസ മേഖലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ മാനേജർ TK ജമീല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കിടത്തി ചികിത്സ പോലും ആരംഭിക്കാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. താമസത്തിനും മറ്റുമായി ചെലവേറിയതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സർക്കാർ കോളേജിൽ മെറിറ്റിൽ പ്രവേശനം നേടിയിട്ടും വലിയ തുക പഠനാവശ്യങ്ങൾക്കായി ചെലവ് വരുന്നതായി വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. 3 വർഷം മുൻപാണ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ എത്തുന്നത്. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഉടൻ ഒരുക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 3 ബാച്ചുകളിലായി 179 കുട്ടികൾ പഠിക്കുമ്പോഴും ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിനോടനുബന്ധമായുള്ള ഹോസ്റ്റൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ തങ്ങൾക്കുകൂടി അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്, ഇപ്പോഴേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കഴിഞ്ഞ 3 വർഷമായിട്ടും അതോറിറ്റീസിനെ അറിയിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്യാറുണ്ട്. യൂണിയൻ വഴി എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് ലെറ്ററും കത്തും റിക്വസ്റ്റും ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവര് ഒരു തരത്തിലുള്ള നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴും അവർ ഓരോ റീസൺസ്, ഇപ്പൊ വെള്ളമില്ല, കറണ്ട് ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി നീക്കി വിടുകയാണ്. ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പോസ്റ്റിങ്ങിനായിട്ട് കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ അവിടെ പോകുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഓൾറെഡി നമ്മൾ പ്രൈവറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന അവർ കൊടുക്കുന്ന അതേപോലെ തന്നെ ഹോസ്റ്റലിനാണെങ്കിലും മെസ്സിനാണെങ്കിലും എല്ലാത്തിനും നമ്മളാണ് പൈസ കൊടുക്കുന്നത്. 300 രൂപയിൽ അതിൽ താഴെയൊക്കെയാണ് സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ ഹോസ്റ്റൽ ഫീ, മെസ് ഫീ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരും. പക്ഷെ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ കോഴിക്കോടും അതുപോലെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് 5000 രൂപ, 6000 രൂപ, അത്രയും രൂപ നമ്മൾ പിന്നെയും കൊടുക്കണം. അങ്ങനെ ഒരു കുട്ടിക്ക് എന്താ പറയാ, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളൊരു പ്രൈവറ്റ് കോളേജിലെ കുട്ടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റൽ
ഹോസ്റ്റലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 3 ബാച്ച്, ഇനി അടുത്തൊരു ബാച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സ്ഥലത്തിനില്ല. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ട്രാവൽ, ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് വയ്യാതെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ പല ഹോസ്റ്റലിലായിട്ടാണ് കുട്ടികൾ എല്ലാവരും നിൽക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി എത്താനോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസോ സർവീസോ നമുക്കൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞാലും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ഒരു കുട്ടിക്ക് ഇപ്പം ഞങ്ങളുടെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു കുട്ടീനെ എന്താ കടിച്ചെന്ന് പോലും നമുക്കറിയില്ല. ഈ പാതിരാത്രി ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് ഒരു ലൈറ്റിന്റെ ഫെസിലിറ്റീസ് ഇല്ല, ഒരു ട്രാവൽ ഫെസിലിറ്റീസ് ഇല്ല. 28 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് GH പോയാലേ എന്താണ് പ്രശ്നം നമുക്ക് അറിയാൻ കൂടി പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ അതോറിറ്റീസ് നമ്മളെ കൈ ഒഴിഞ്ഞൊരു മട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സമരം മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ആർക്കെതിരെയും ആർക്കും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ അവകാശമാണ് അവർക്ക് വേണ്ട അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഹയർ അതോറിറ്റീസിന്റെ ഡ്യൂട്ടിയാണ്, അത് ഞങ്ങളുടെ റൈറ്റ് ആണ്. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ആർക്കെതിരെയും ഒരു അസോസിയേഷനെതിരെയും ഒരു ഗവൺമെന്റിനെതിരെയും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. 10 കുട്ടികൾക്ക് 1 എന്ന വീതം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പാൾ അടക്കം 5 പേർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം കിലോമീറ്ററുകൾക്കപ്പുറം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർസംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാലക്കുന്നിൽ ബേക്കറി കട കുത്തിത്തുറന്ന് പണവും ബേക്കറി സാധനങ്ങളും മോഷ്ടിച്ചു. മുഖം മറച്ച 2 പേരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം. ഇത്തവണ പോലീസ് സ്റ്റേഷന് മൂക്കിന് താഴെ പാലക്കുന്ന് ടൗണിലാണ് കവർച്ചാ സംഭവം ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷനിലെ ഐഡിയൽ ബേക്കറി കട കുത്തിത്തുറന്നാണ് മോഷണം. കടയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുഖം മൂടി ധരിച്ചെത്തിയ 2 പേർ ബേക്കറി സാധനങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെയും നോട്ടുകളും നാണയങ്ങളും കൈക്കലാക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ പതിഞ്ഞത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30ഓടെയായിരുന്നു സംഭവം. ബേക്കറി ഉടമകൾ നൽകിയ പരാതിയിൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. FSCTO നിയമസഭാ മാർച്ചിന് മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ജില്ലാതല പ്രകടനം നടത്തി. 100 കണക്കിന് പേർ പ്രകടനത്തിൽ അണിനിരന്നു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ ഉടൻ പിൻവലിക്കുക, മാനദണ്ഡപ്രകാരമുള്ള പൊതുസ്ഥലം മാറ്റം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക ജീവനക്കാരും FSCTOയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തി. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. KSTA സംസ്ഥാന ട്രഷറർ K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, NGO അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, ഒരു പൂക്കി ഗവൺമെന്റ്, ആ പൂക്കി ഗവൺമെന്റ് കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും കൊഞ്ഞണം കുത്തുകയാണ്. അതങ്ങനെ നടപ്പിലാക്കുകയാണ്. നാണമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ രീതിയിൽ
അന്യായമായ സ്ഥലം മാറ്റം നടക്കുന്ന അത്തരം ഉത്തരവുകൾ ഉടനടി റദ്ദു ചെയ്യണം. അതുപോലെ തന്നെ പൊതു മാനദണ്ഡം പ്രകാരമുള്ള പൊതുസ്ഥലം മാറ്റം അടിയന്തരമായി നടപ്പിലാക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വിരോധാഭാസം നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ, സെൻസസിന്റെ മറവിൽ ഈ പൊതു സ്ഥലമാറ്റമെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. അധ്യാപകന്റെ സ്ഥലം മാറ്റം നടന്നില്ല, ജീവനക്കാരന്റെ സ്ഥലം മാറ്റം നടന്നില്ല, പ്രമോഷനുകൾ നടന്നില്ല. ഇതിലെല്ലാം പറയുന്നത് ഇവിടെ ബാൻ ഉണ്ട് എന്നാണ്. അപ്പൊ മറുവശത്ത് ബാൻ ഉണ്ടാകുമ്പോ ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായി, വളരെ കൃത്യമായി ഇങ്ങനെ ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇത് ഏത് കോട്ടായത്തിലെ പരിപാടിയാ? ഇത് എവിടെ നടക്കും? കേരളത്തിലല്ലാതെ. അതുകൊണ്ടാണ് ഇന്ന് 10,000-കണക്കിന് വരുന്ന ആളുകൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഞങ്ങൾക്കാർക്കും സമരം ചെയ്യണമെന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്നില്ല. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ടി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KGOA ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ, ആസിഫ് ഇക്ബാൽ, രാജീവൻ PV, NK ലസിത, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതവും PK വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഭർതൃമതികളായ യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. ഒരാഴ്ചയ്ക്കിടെ മാത്രം 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഗാർഹിക പീഡന പരാതികളാണ് മിക്ക സംഭവങ്ങളിലും ഉയരുന്നതെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വിഷയത്തിൽ സ്ത്രീ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം കാസർഗോഡ് ജില്ലയിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. സമീപ ദിവസങ്ങളിൽ 4 യുവതികളാണ് കാസർഗോഡ് ജില്ലയിൽ ആത്മഹത്യ ചെയ്തത്. ഇതിൽ 2 സംഭവങ്ങൾ ഗാർഹിക പീഡനത്തെ തുടർന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാണലം സ്വദേശിനിയായ സുഫൈദ, അതേപോലെ തന്നെ ആദൂർ സ്വദേശിനിയായ സെറീന എന്നിവർ മരിച്ചത് ഗാർഹിക പീഡനത്തെ തുടർന്നാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ബേത്തൂർപ്പാറ സ്വദേശിനിയായ അശ്വതി, അതേപോലെ തന്നെ കാരടുക്ക സ്വദേശിനിയായ സൗപർണിക എന്നിവർ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ട്. എന്തായാലും ഗാർഹിക പീഡനത്തെ തുടർന്നുണ്ടാകുന്ന ഇത്തരം മരണങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നതിനായി നാഷണൽ വിമൻസ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഹസീന ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഗാർഹിക പീഡനത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരാഴ്ചയിൽ 4ാമത്തെ, ഇപ്പൊ ഒരു സൗപർണിക കാറെടുത്ത കൂടി ഇപ്പൊ അറിയാനിടയായി, 4ാമത്തെ ആത്മഹത്യയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന്. തീർച്ചയായും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കാസർഗോഡ് ജില്ലക്കാരി എന്ന നിലയിലും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നു. ഈ സുഫൈദ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത സുഫൈദ എന്ന കുട്ടി പ്രണയവിവാഹം ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം പ്രണയവിവാഹം കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള അസ്വാരസ്യം അത് പുറത്തു പറയുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും, അഭിമാന പ്രശ്നം ഉണ്ടാവും, വീട്ടുകാരുടെ അടുത്ത് പറയാനൊരു മടി ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള മടി കുട്ടികൾ കാണിക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ചില സമയത്ത് കുടുംബം കൂടെ നിൽക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ഒറ്റപ്പെട്ടു പോകുമ്പോൾ പിന്നെ ആദ്യം നമ്മുടെ ചിന്തയിൽ, കുട്ടികളുടെ ചിന്തയിൽ വരുന്നത് ആത്മഹത്യ തന്നെയാണ്. നിയമവും കുടുംബവും അതോടൊപ്പം എല്ലാ പോലീസും എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനാവൂ. പ്രത്യേകിച്ചിട്ട് പിന്നോക്ക ജില്ലയായ കാസർഗോഡ് തന്നെ ഒരാഴ്ചയിൽ 4 ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതൊരു ആശങ്ക ഉണ്ടാക്കുന്നതിന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ജില്ലയില് പ്രത്യേകിച്ചിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട്. ഇവിടെ ബോധവൽക്കരണമാണ് പെൺകുട്ടികൾക്കും കുടുംബിനികൾക്കും. ഇപ്പൊ ആത്മഹത്യ ചെയ്ത എല്ലാം തന്നെ കുടുംബിനികളാണ്. അപ്പോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ബോധവൽക്കരണം ജില്ലയിലുടനീളം, സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ബോധവൽക്കരണം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീധനത്തെ തുടർന്നാണ് പ്രധാനമായും ഗാർഹിക പീഡനം ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംഘടന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള? തീർച്ചയായും ഞങ്ങളുടെ സംഘടന ഒരിക്കലും സ്ത്രീധനത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്ത്രീധനത്തെ ചൊല്ലിയാണ് മരണമുണ്ടായെന്ന് ഈ 4-ൽ എല്ലാത്തിന്റെയും വ്യക്തമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ചില സ്ത്രീധനത്തിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. സ്വർണത്തിന് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടെന്നും അങ്ങനെ അവഗണന നേരിട്ടെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അന്ന് പോലും മർദ്ദിച്ചു എന്നാണ് മർദ്ദിച്ചതിന്റെ തെളിവുണ്ട്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ കൂടി കുട്ടിയെ
മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അവരൊക്കെ എല്ലാവരെയും നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകി അവരൊക്കെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരുണ്ടാവും, അവരോടൊക്കെ എന്താണ് പറയുന്നത്? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സിസ്റ്റം ഉണ്ട്. പക്ഷെ കാര്യക്ഷമമായ പ്രവർത്തനമൊന്നുമില്ല. എങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിനോട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഗവൺമെന്റ് ഭാഗത്ത് നമ്മൾ ഷെയർ ചെയ്താൽ അതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നും പെൺകുട്ടികൾക്ക് ഉണ്ടാവണം, കുടുംബിനികൾക്ക് ഉണ്ടാവണം എന്ന് കൂടി പറയാം. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇവർ ശിക്ഷ ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം. ശിക്ഷ, അതായത് അർഹിക്കുന്ന ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആത്മഹത്യ പെരുകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, അതായത് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്, വനിതാ സെല്ല് പോലും. പക്ഷെ അവിടെ നിന്നൊരു കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ലാത്തത് കൊണ്ടാണല്ലോ ഇതുപോലുള്ള ആത്മഹത്യ പെരുകുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം, ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ള അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകിയാൽ ഈ ഒരു ആത്മഹത്യ നമുക്ക് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ പാണത്ത് സുഫൈദയുടെ കേസിൽ അവരുടെ ഭർത്താവിനെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഭർത്തൃ മാതാവിനെ പോലീസ് പിടികൂടിയിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? അത് ഭർത്താവിന് മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാർ ഉൾപ്പെടെ ആ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു. എന്നിട്ടും പോലീസുകാർ എന്താണ് ആ വീട്ടുകാരെ നേരെ ഇങ്ങനെ കണ്ണടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങള് ആ കുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ആ കുട്ടിയോടൊപ്പം ഉണ്ടാവും. ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെ നമ്മൾ പുറത്തു കൊണ്ടുപോകും. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ കൃത്യമായ രീതിയിൽ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഹസീന ടീച്ചർ നമ്മോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ചേതൻ നായിക്കൊപ്പം ബൈചൂരാവൻ, ACN ന്യൂസ്, കാസർഗോഡ്. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നൽകി. KGHMOA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നടത്തി. ഡോക്ടർ P. രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി. അപ്പോൾ പിന്നെ താനിപ്പം വരണം, ചൂടെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റിൽ ആവുമെന്ന് വന്നാൽ മതി. ഞാൻ അതിശേ നമ്മൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ആവില്ല, അപ്പോൾ ആയിരിക്കില്ല, അതായിരിക്കില്ല നിയോഗം വെച്ചിട്ട് ഞാൻ തിരിച്ച് അന്ന് പോയപ്പോൾ വേറെ ഡോക്ടറെ എനിക്ക് കാണാൻ ഇടവന്നു. ആ ഡോക്ടറെ വിളിച്ചപ്പോഴും ആ ഡോക്ടർ വരേണ്ട മനു ഇന്നത്തെ മൂടില്ല. പിന്നെ ഞാൻ വേറെ ഡോക്ടറോടെ അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ആഘോഷിച്ച് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതാ എനിക്ക് നിയോഗമല്ല, ഇങ്ങോട്ട് വരാൻ ഡെസ്റ്റിനി അല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ വിളിക്കുന്നു. ഡോക്ടറെ, സർ ഡോക്ടറെ ക്ലാസ്മേറ്റ് ആണോ? ആണ്. ഇവിടെ ഒരു സെന്റ് ഓഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് എടുത്തു തരാം. സെക്രട്ടറി ഡോക്ടർ മുജീബ് റഹ്മാൻ CH സ്വാഗതവും ട്രഷറർ ഡോക്ടർ നിർമ്മല പ്രതാപ് നന്ദിയും പറഞ്ഞു. ഡോക്ടർ രാകേഷ്, ഡോക്ടർ നാദിറ, ഡോക്ടർ സുജയ നായർ, ഡോക്ടർ സിന്ധു, വേണുഗോപാലൻ, ഡോക്ടർ സ്മിത വേലായുധൻ, ഡോക്ടർ അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാതല പ്രവേശനോത്സവം നടന്നു. പുതിയ കേഡറ്റുകളെ സ്വാഗതം ചെയ്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ പോലീസ്, വിദ്യാഭ്യാസ മേഖലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു.
രാവിലെ 9:30 പ്രവേശനോത്സവ ഗാനത്തോടെയും SPC ഗാനത്തോടൊപ്പം ചുവടുവയ്പോടെയും പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടികൾ പഠിക്കണം, എൻജോയ് ചെയ്യണം, സ്കൂളിൽ വന്നേക്ക് പാടണം, കഴിക്കണം, കൂടാതെ ചോദിക്കണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഒരു സ്റ്റുഡൻറ്റിനുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പറയുന്നത് ചോദിക്കുക. നോട്ട് ജസ്റ്റ് ഇൻ ക്ലാസ് റൂം മാത്രമല്ല, എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പുറത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് ഒരു ഗുഡ് സ്റ്റുഡൻറ് ആൻഡ് ഗുഡ് സിറ്റിസണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി. എല്ലാവർക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഗുഡ് സിറ്റിസൺ ആണ് ഫ്യൂച്ചറിൽ ആണെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലാവർക്കും ഏറ്റെടുക്കാം. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവേശനോത്സവം ഭാഗമായിട്ട് JHSS കാസർഗോഡ് SPC ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം നമ്മുടെ നാർക്കോ ഹണ്ട്, ഓപ്പറേഷൻ തുഫാൻ നാർക്കോ ഹണ്ട് എന്ന പരിപാടി ഒരു പദ്ധതി ആൻറ്റി നാർക്കോട്ടിക് ഡ്രൈവായിട്ട് ഈ ജൂൺ 2-ാം തീയതി മുതൽ 4 മുതൽ സ്റ്റേറ്റ് മൊത്തം തുടങ്ങാൻ പോകുന്നു. PTA പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ ASP അച്യുത് അശോക് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് SPC പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും സമൂഹ നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്കും വിശദീകരിച്ചു. അഡീഷണൽ SP CM ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. SRG കൺവീനർ CK മദനൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഏറ്റുചൊല്ലി. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനും ലഹരിമുക്ത സമൂഹ നിർമ്മാണത്തിന് പ്രവർത്തിക്കാനും പ്രതിജ്ഞയിലൂടെ കേഡറ്റുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. വാർഡ് കൗൺസിലർ മധുകര, ഹെഡ്മിസ്ട്രസ് ഉഷ A, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ SHO നളിനാക്ഷൻ, ജില്ലാ സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ, ജനമൈത്രി ADNO K ശശിധരൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർ രമേശൻ എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയുടെ ഭാഗമായി SPC കേഡറ്റുകളുടെ പുതിയ ബാച്ചിനുള്ള പരിശീലന പ്രവർത്തനങ്ങൾക്കും തൂഫാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത, നേതൃത്വ പാഠവം, നിയമബോധം, ലഹരിവിരുദ്ധ സന്ദേശങ്ങളുടെ പ്രചാരണം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ PK സുനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം SPC പ്രവർത്തനങ്ങൾക്ക് പുതു ഊർജം പകർന്നതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനും ശക്തമായ സന്ദേശമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രന്ഥകാരന്റെ സാന്നിധ്യമില്ലാതെ ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷിയായി കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാൾ. പരേതനായ പ്രമുഖ എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഷമീം ഉമരി വിവർത്തനം ചെയ്ത മിഷ്കാതുൽ മസ്വാബിഹ് എന്ന പുസ്തകം കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജി പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പരേതനായ പ്രമുഖ എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഷമീം ഉമരി വിവർത്തനം ചെയ്ത മിഷ്കാതുൽ മസ്വാബിഹ് എന്ന പുസ്തകം കാസർഗോഡ് MLA കലക്ടർ മാഹിൻ പ്രകാശനം ചെയ്തത്. പ്രമുഖ എഴുത്തുകാരൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് പുസ്തകം ഏറ്റുവാങ്ങി. 5 വർഷത്തോളം പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്ന ഷമീം ഉമരി മരിക്കുന്നതിന് തലേദിവസമാണ് പുസ്തകം എഴുതി തീർത്തത്. ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് ആണ് പ്രസാധകർ. ഡയലോഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് MLA കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കഴിവ് സമൂഹത്തിന് നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വിജ്ഞാനിയെ ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെയും കുറിച്ച് ഇവിടെ വളരെ വിശദമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ്
വിശദീകരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ പ്രകാശന ചടങ്ങ് എന്ന നിലയിൽ ഈ ചടങ്ങ് നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനുള്ള സമ്മതത്തോടുകൂടി നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിർവഹിച്ചുകൊണ്ട് നടത്തുന്നു. അസ്സലാമു അലൈക്കും. എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ പുസ്തകം പരിചയപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ളക്കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഹാജി കോളിയെടുക്കം, ഹബീബ് റഹ്മാൻ മൂടമ്പയൽ, കുഞ്ഞാലൻകുട്ടി ഹാജി, അബ്ദുൾ ജബ്ബാർ ഇരിക്കൂർ, അൻവർ കോളിയെടുക്കം, മുജീബുല്ലാഹ്, ഇബ്രാഹിം ഖലീൽ, ജുബൈർ എന്നിവർ സംസാരിച്ചു. ഷൈഖ് മുഹമ്മദ് കാരക്കുന്നിനെ മുഹമ്മദ് ഷമീം ഉമരിയുടെ സഹോദരൻ ഹബീബ് റഹ്മാൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പുസ്തകം പ്രകാശനം ചെയ്ത ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് പ്രോപ്പറേറ്റർ കുഞ്ഞാലൻകുട്ടി ഹാജിയെ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ഷമീം ഉമരി ഫൗണ്ടേഷൻ ചെയർമാൻ അഹമ്മദ് ഹാജി കോളിയടുക്കം എന്നിവർ ചേർന്ന് ആദരിച്ചു. മദ്രസ പൊതുപരീക്ഷയിൽ വൻ വിജയം നേടിയ മൂടമ്പയിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിനി ഫാത്തിമ സാജിദിനെ കുഞ്ഞാലൻകുട്ടി ഹാജി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ മാനേജർ TK ജമീല ഉദ്ഘാടനം ചെയ്തു. കളിച്ചിരികളുടെ 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം പഠനനാളുകളുടെ പുത്തനുണർവിലേക്ക് ചുവടുവെച്ച് കുട്ടികൾ. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വമാണ് കാസർഗോട്ടെ ഓരോ സ്കൂളുകളും വരവേറ്റത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിൻ്റെയും മനോഹര കാഴ്ചയായി മാറി. സ്കൂൾ മാനേജർ TK ജമീല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. JCI അന്താരാഷ്ട്ര പരിശീലകൻ V വേണുഗോപാലൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചിറകുകൾ നിങ്ങളുടേത് അല്ലെങ്കിൽ പക്ഷികളുടേത്, ആകാശം ആരുടേതുമല്ല. പക്ഷികൾക്ക് പറക്കാൻ ആകാശം മതി, ആരുടെയും അനുവാദം ആവശ്യമില്ല. ഒന്നുകൂടി, ചിറകുകൾ പക്ഷികളുടേത്, പക്ഷികൾക്ക് പറക്കാൻ ചിറകുകൾ മതി, ആകാശം ആരുടേതുമല്ല, പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, മാനേജ്മെന്റ് പ്രതിനിധി ഡോക്ടർ റാഫി അഹമ്മദ്, പ്രിൻസിപ്പൽ ശൈലജ ഗോപാൽ, പ്രഥമാധ്യാപകൻ VV മനോജ് കുമാർ, PV ശ്രീകുമാർ, K പ്രേമരാജൻ, KP രേഷ്മ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. കലാഭവൻ രാജു അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുരുന്നുകളെ വരവേറ്റ് മൗവാർ സ്കൂൾ. നിരവധി പേർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. കളിച്ചിരികളുടെയും വർണ്ണങ്ങളുടെയും പുതിയ ലോകത്തേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി 55ഓളം പുതിയ കുട്ടികൾ പ്രീ പ്രൈമറിയിലും 1ാം തരത്തിലുമായി മൗവാർ സ്കൂളിൽ പ്രവേശനം നേടി. സ്കൂളിൽ നടന്ന വർണ്ണാഭമായ പ്രവേശനോത്സവ ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്കൂളിൽ പുതുതായി തുടങ്ങിയ പ്രീ പ്രൈമറി ക്ലാസിന്റെ ഉദ്ഘാടനവും നടന്നു. കുമ്പടാജെ പഞ്ചായത്ത് വാർഡ് മെമ്പർ കൊറകപ്പ ബെള്ളിഗെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് വിശ്വനാഥൻ വെള്ളപ്പതവ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷീജ PV സ്വാഗതവും SRG കൺവീനർ രാജേഷ് M നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ആനന്ദ K മവാർ, MPTA പ്രസിഡന്റ് താരാകുമാരി, പ്രകാശൻ M എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. മുക്കൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ വകയായി പുതുതായി പ്രവേശനം നേടിയ 55ഓളം കുട്ടികൾക്ക് സ്കൂൾ ബാഗ് സമ്മാനമായി നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവേശനോത്സവത്തിൽ അക്ഷരമുറ്റത്തേക്കൊരു ഘോഷയാത്ര. ആയമ്പാറ GUPSലാണ് വേറിട്ട പരിപാടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സാധാരണയായി ഉത്സവവേളകളിൽ ക്ഷേത്രങ്ങളിലേക്കാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ നടത്താറുള്ളത്. എന്നാൽ പെരിയ ആയമ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ ഇത്തവണ പ്രവേശനോത്സവ നാളിൽ നടന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സരസ്വതി ക്ഷേത്രത്തിലേക്കുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയായിരുന്നു. പൂക്കളും ബലൂണുകളും തോരണങ്ങളും മാത്രമല്ല, നാടിൻ്റെ നിറഞ്ഞു തുളുമ്പിയ സ്നേഹവും കരുതലുമാണ് ഇത്തവണ പുതിയ അധ്യയന വർഷത്തിൽ ആയമ്പാറയിലെ കുരുന്നുകളെ വരവേറ്റത്. ഒരു ഗ്രാമം മുഴുവൻ ഘോഷയാത്രയിൽ അണിനിരന്നപ്പോൾ അക്ഷരമുറ്റം ഒരു ജനകീയ ഉത്സവ വേദിയായി മാറി. തങ്ങളുടെ മക്കൾക്ക് ഉച്ചഭക്ഷണത്തിന് ഒരു കുറവും വരരുത് എന്ന ഒരു നാടിൻ്റെ നിർബന്ധമാണ് ഈ അപൂർവ ഒത്തുചേരലിന് പിന്നിൽ. ഘോഷയാത്രയായി നാട്ടുകാരും രക്ഷിതാക്കളും സ്കൂളിലേക്ക് എത്തിച്ചത് മാസങ്ങളോളം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുവാൻ ആവശ്യമായ വിഭവങ്ങളാണ്. അരി, തേങ്ങ, വെളിച്ചെണ്ണ, കറിപ്പൊടികൾ, മുട്ട, വെല്ലം, പഞ്ചസാര, ഉപ്പ്, വിവിധ ധാന്യങ്ങൾ, ഒപ്പം നാട്ടുകാർ സ്വന്തം പറമ്പുകളിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളുമെല്ലാമായാണ് നാട്ടുകാർ ഘോഷയാത്രയിൽ അണിചേർന്നത്. വാർഡ് മെമ്പർ K. ഗംഗാധരൻ മുന്നോട്ട് വെച്ച ഈ വേറിട്ട ആശയം രക്ഷിതാക്കളും നാട്ടുകാരും ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്കായി നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ നിർലോഭമായ പിന്തുണയ്ക്ക് പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന KN പുഷ്പയും PTA പ്രസിഡന്റ് മോഹനൻ കുണ്ടൂരും നന്ദി പറഞ്ഞു. കേവലം പുസ്തക പഠനത്തിൽ മാത്രമല്ല ആയമ്പാറ സ്കൂൾ ശ്രദ്ധേയമാകുന്നത്. മുൻപും സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരുപിടി നല്ല കാര്യങ്ങൾ ഈ വിദ്യാലയം ചെയ്തിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാത്ത സഹപാഠികൾക്കായി വീട് നിർമ്മിച്ച് നൽകൽ, സ്കൂളിൽ തന്നെയുള്ള കോഴി ഫാം, മത്സ്യക്കുളം, പച്ചക്കറി, വാഴത്തോട്ടം എന്നിവ വഴി കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കൽ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ്. കലവറ നിറയ്ക്കൽ വിഭവങ്ങളുമായെത്തിയ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ അധികൃതർ ഒരുക്കിയത് വിഭവസമൃദ്ധമായ സദ്യയും പായസവുമായിരുന്നു. വരും തലമുറയ്ക്കുള്ള കരുതലിൻ്റെ പാഠപുസ്തകമായി മാറുകയാണ് ഇപ്പോൾ ഈ വിദ്യാലയവും ഒപ്പം ഗ്രാമവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉണ്ണികളോടൊപ്പം സിനിമാ താരം ഉണ്ണിരാജും. ബോവിക്കാനം AUP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. പുതുതായി സ്കൂളിലെത്തിയ എല്ലാ ക്ലാസുകളിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും ചേർത്ത് നിർത്തി സംഘടിപ്പിച്ച പ്രവേശനോത്സവം ഹൃദ്യമായ അനുഭവം പകർന്നു. പ്രൗഢമായ ചടങ്ങിൽ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്ഷരത്തൊപ്പികളും വർണ്ണക്കുടകളുമായി 1ാം ക്ലാസ്സിലേക്കെത്തിയ കുരുന്നുകളെ വരവേറ്റ് ബോവിക്കാനം AUP സ്കൂൾ പ്രവേശനോത്സവം. പുതുതായി സ്കൂളിലേക്കെത്തിയ എല്ലാ ക്ലാസുകളിലെയും കുട്ടികളെയും രക്ഷിതാക്കളെയും ചേർത്ത് പിടിച്ച് നടത്തിയ പ്രവേശനോത്സവം ഹൃദ്യമായ അനുഭവം പകർന്നു. ഹാൾ മുഴുവനും ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞ പരിപാടി ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായി മാറി. പ്രൗഢമായ ചടങ്ങിൽ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ഉണ്ണിരാജ, മറ്റ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും 8ാം ക്ലാസ് കുട്ടികളുണ്ട് അല്ലേ? 8ാം ക്ലാസ്സിൽ മാത്രം ഉണ്ണിരാജനോട് ചോദിക്കുന്നത് ഇത്രയും കുട്ടികൾ 8ാം ക്ലാസ്സിൽ ഉണ്ടോയെന്ന്. എന്തായാലും 8ാം ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ കാലത്ത് നമ്മുടെ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചവരുണ്ടാവുന്നത്, അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നവരുണ്ടാവും. എന്തായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളിലേക്ക്. 8ാം ക്ലാസ് മുതൽ നമുക്ക് +2 വരെ ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് 9, 10 നല്ല മാർക്കോടുകൂടി വിജയിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ +1ലേക്ക് ചേരാൻ പറ്റും. മെറിറ്റോടുകൂടി പാസ്സായാൽ ഇവിടെ തന്നെ ചേരാൻ പറ്റും. അതല്ലാതെ ആണെങ്കിലും ഒരേ സ്കൂളിൽ നമ്മൾ 10ൽ പാസ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ അതേ സ്കൂളിൽ +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഗ്രേസ് മാർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, അച്ചടക്കം പാലിക്കുക. പല സ്ഥലത്തും വരുന്ന ആൾക്കാരാണ്. നമ്മുടെ സ്കൂളിൽ നല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ടീച്ചേഴ്സിന് നല്ലോണം ബഹുമാനിച്ചുകൊണ്ട് നന്നായി പഠിക്കുക. എല്ലാവരും ഭാവിയിൽ നല്ല ഉത്തമ ആൾക്കാരായി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നേരത്തെ ഞങ്ങൾ താഴെ സ്കൂളിലെ ഉദ്ഘാടനം കഴിഞ്ഞപ്പം നമ്മുടെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, IT യുഗത്തിലേക്ക് നമ്മുടെ AI യുഗത്തിലേക്ക് കിടക്കുകയാണെന്നാണ്. ശരിക്കും കൊറോണ കാലത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ.
കൊറോണ സമയത്ത് നമുക്കെല്ലാം മൊബൈല് കയ്യിൽ കയറുമ്പോൾ എല്ലാവർക്കും ഒരു ആകുലത ഉണ്ടായിരുന്നു. നമ്മുടെ മക്കള് പുറം ലോകമായിട്ടുള്ള ഡയറക്റ്റിന്റെ കണക്ഷനായി ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചിട്ടാണ് സംഭവിച്ചത്. നമ്മളെ മക്കളെ നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് സ്കൂൾ PTA പ്രസിഡന്റ് മൊയ്തീൻ റാഷിദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ പാടി കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കുരുന്നുകളെ ചേർത്ത് പിടിച്ച് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സംവദിച്ചത് പ്രവേശനോത്സവത്തിന്റെ ആവേശം ഇരട്ടിയാക്കി. നമ്മളെ ഭാഷയല്ലേ, നമ്മുടെ സ്റ്റൈല് നല്ലതല്ലേ അല്ലേ? ഞാൻ ആ ഭാഷ മാറ്റിപ്പറയാൻ പോയില്ല. നമ്മൾ ആണപ്പൊരി ഇടപ്പൊരി എന്തെന്ന് വന്നേ പോയി ഞാൻ എല്ലായിടത്തും പറയും. അത് പറയുന്നതുകൊണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ സിനിമകളുണ്ട് വരുമാനം ചെയ്യുന്നത്. നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രവാസികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഭാഷാ ശൈലി ലോക മലയാളികൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് എന്നെപ്പെട്ട സാധാരണ കലാകാരന് ഏറ്റവും സന്തോഷം എന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, വന്നതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. മാനേജറെല്ലാം ഭയങ്കര പോസിറ്റീവാണ്. അദ്ദേഹം ഒരുപാട് നമ്മൾ സംസാരിച്ചു. ഞാൻ സ്കൂളിന്റെ കാര്യങ്ങൾക്ക് ഉഷാറാണ്, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളുടെ HM എല്ലാം ടീച്ചേഴ്സ് എല്ലാവരും സന്തോഷം. ഏറെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ ഏറ്റവും സന്തോഷം. നിർത്തുന്നു. നമ്മുടെ മുഖ്യാതിഥിയാണ് നമ്മളോടൊപ്പം ഒത്തുചേർന്നിട്ടുള്ളത്. തുടർന്ന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ രക്ഷിതാക്കൾക്കായി പ്രത്യേക പാരന്റിംഗ് ക്ലാസും നയിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ മൻസൂർ, മുളിയാർ പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന മുനീർ, മിശ്രിയ, അനന്യ, ജയകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റർ ശേഖരൻ നമ്പ്യാർ MC തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ജയചന്ദ്രൻ, വേണുകുമാർ, സുഭാഷ് ചന്ദ്ര എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുലോചനകുമാരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലമ്പാടിയിലെ അങ്കണവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി. ആസ്ക് ആലമ്പാടി ക്ലബ്ബ് കുരുന്നുകൾക്ക് മധുരവും സ്നേഹസമ്മാനവും നൽകി. ആലമ്പാടി അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ആസ്ക് ആലമ്പാടി കുരുന്നുകൾക്ക് സ്നേഹ സമ്മാനവും മധുരവും നൽകി. അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസ്ക് ആലമ്പാടി പ്രസിഡന്റ് ഗപ്പു ആലമ്പാടി കുട്ടികൾക്കുള്ള മധുരവും സ്നേഹ സമ്മാനവും അങ്കണവാടി ടീച്ചർ പുഷ്പയ്ക്ക് കൈമാറി. ആസ്ക് ആലമ്പാടി ജനറൽ സെക്രട്ടറി ഹവാസ്, ട്രഷറർ നിസാർ, വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ, ക്ലബ്ബ് അംഗങ്ങളായ സിദ്ദിഖ് ബിസ്മില്ല, മഹറൂഫ് മേനത്ത്, ഖാദർ കാഹു, ഹാരിസ് മാൻചാസ്, ഹെൽപ്പർ ശശികല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുട്ടിൽ ഭാസ്കരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനവും പൊതുയോഗവും ജൂൺ 4 നടക്കും. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ ജനതാ പാർട്ടി പുല്ലൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി കേളോത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർഗീയ മുട്ടിൽ ഭാസ്കരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനവും പൊതുയോഗവും ജൂൺ 4 നടക്കും. രാവിലെ 5:30 ഗണപതി ഹോമം, 10 മണിക്ക് ഓഫീസ് ഉദ്ഘാടനവും പൊതുയോഗം. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. BJP പുല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് A. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളുടെ ഫോട്ടോ ചടങ്ങിൽ വെച്ച് അനാച്ഛാദനം ചെയ്യും. 2026 ജൂൺ 4 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സ്മാരക മന്ദിരം അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ അവர்களാണ്. രാവിലെ
5:30 ഗണപതി ഹോമവും ഫോട്ടോ അനാച്ഛാദനം നടത്തും. പിന്നീട് പൊതുയോഗവും നടക്കുന്നുണ്ട്. പൊതുയോഗത്തിന്റെ സ്വാഗതം ശ്രീ കെ കുഞ്ഞിരാമൻ, അദ്ദേഹം ഓഫീസിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് BJPയുടെ പുല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എ സന്തോഷ് കുമാറാണ്. പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ അവരുകളാണ്. ആ പൊതുസമ്മേളനത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ശ്രീ ടെലിവിഷൻ തന്ത്രി കുണ്ട, BJP സംസ്ഥാന സമിതി അംഗം, ശ്രീ വേലായുധൻ കൊടവലം, BJP സംസ്ഥാന സമിതി അംഗം, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, സംസ്ഥാന അംഗങ്ങളായ രവീശ തന്ത്രി കുണ്ടാർ, A വേലായുധൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സമ്പർക്ക് പ്രമുഖ് P ബാബു, BMS സംസ്ഥാന സമിതി അംഗം T കൃഷ്ണൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N ബാബുരാജ്, മനുലാൽ മേലത്ത്, PR സുനിൽ, ജില്ലാ സെക്രട്ടറി KT പുരുഷോത്തമൻ, BJP ഉദുമാമണ്ഡലം പ്രസിഡന്റ് ഷൈനി മോൾ, ജനറൽ സെക്രട്ടറിമാരായ M മുരളീധരൻ, പ്രദീപ് കൂട്ടക്കനി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം P രതീഷ് പൊള്ളക്കട, K കുഞ്ഞിരാമൻ, A സന്തോഷ് കുമാർ, പ്രദീപ് പുല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ KMA ഭാരവാഹികൾ ചുമതലയേറ്റു. വ്യാപാര ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റു. വ്യാപാര ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എതിരില്ലാതെ നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം അദ്ദേഹം നടത്തിയ ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പോലും ഇതിനഭിപ്രായം പറയാതെ വളരെ നല്ല രീതിയിൽ കാഞ്ഞങ്ങാട് ജില്ലയിലെ തന്നെ 2ാമത് സംഖ്യയുള്ള യൂണിറ്റ് എന്ന നിലയിലുള്ള ആ ഒരു ബഹുമതിയോടുകൂടി തന്നെ ആസിഫിനെ നിങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അന്ന് നമുക്ക് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ പ്രവർത്തക സമിതി അംഗങ്ങളെ പിന്നീട് ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. അത് പ്രകാരം ഇന്ന് പ്രവർത്തക സമിതി അംഗങ്ങളെ ലിസ്റ്റ് ഇവിടെ പ്രസിഡന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന വർത്തമാനകാലത്ത് ഭാരവാഹികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനോടൊപ്പം ഭരണാധികാരികളുടെ അനീതിക്കും അവഗണനയ്ക്കും പടപൊരുതാനും സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. KVVS ജില്ലാ സെക്രട്ടറി KV ദാമോദരൻ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. KMA പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. T മുഹമ്മദ് അസ്ലം, രാജേഷ് കമത്ത്, പ്രഭാകരൻ അവതാർ, ചിത്ര രാധാകൃഷ്ണൻ, മുഹമ്മദ് കുഞ്ഞി പാലക്കി, അബ്ദുൾ റഹ്മാൻ അറ്റ്ലസ്, സത്താർ ആവിക്കര, ശോഭന ബാലകൃഷ്ണൻ, രഞ്ജിത്ത് കോവൽ, ഷീജ മോഹൻ, പ്രസന്ന ചന്ദ്രൻ, ഖയ്യൂം പൂക്കുഞ്ഞ, PV അനിൽ, ശരത് പാലാഴി എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട CK ആസിഫിന് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വനിതാ വിംഗ് അംഗങ്ങൾ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി CK ആസിഫിനെയും ജനറൽ സെക്രട്ടറിയായി മഹേഷ് പുതുശ്ശേരിയെയും ട്രഷററായി ആസിഫ് മെട്രോയെയും വൈസ് പ്രസിഡന്റുമാരായി ഐശ്വര്യകുമാരൻ, HE സലാം, A ബാബുരാജ്, ഗിരീഷ് നായക്, നിത്യാനന്ദ നായക്, ഫൈസൽ സൂപ്പർ, VP അനിൽ, ഷെരീഫ് കമാടം, ഷെരീഫ് ഫ്രെയിം, ഷെറഫുദ്ദീൻ തോഫ, സമീർ ഡിസൈൻ ഭാരവാഹികൾ ഉൾപ്പെടെ 57 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് പ്രവർത്തക സമിതി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൈക്ക AKMM AUP സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്കെത്തിയ കുരുന്നുകളെ മുതിർന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരിച്ചു. പൈക്ക AKMM AUP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്കെത്തിയ കുരുന്നുകളെ മുതിർന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. 7ാം വാർഡ് മെമ്പർ ഇബ്രാഹിം കൊയർകൊച്ചി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് BA അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹെഡ്മാസ്റ്റർ ശശിധരൻ എം സ്വാഗതം പറഞ്ഞു. മാനേജർ NP കൃഷ്ണ, മാനേജ്മെന്റ് ട്രസ്റ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അശോക് കുമാർ, നിത്യാനന്ദ നെല്ലിത്തല, PTA വൈസ് പ്രസിഡന്റ് ഹസൈനാർ മിത്തടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാധാകൃഷ്ണ ബാലടുക്ക, ശിവരാമൻ, തസ്ലീം, മദർ PTA പ്രസിഡന്റ് പ്രിയ, OSA പ്രസിഡന്റ് ഗിരികൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് ലക്ഷ്മി S നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SRG കൺവീനർ ആശാകുമാരി നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് മുൻ മാനേജർ ഗംഗാധം മണിയാണിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ നൽകുന്ന ബാഗ്, യങ് ചലഞ്ചേഴ്സ് പൈക്ക പ്രവാസി കൂട്ടായ്മ നൽകുന്ന കുട, പഠനോപകരണങ്ങൾ, സ്റ്റാഫിന്റെ വകയായുള്ള പ്ലേറ്റ്, നോട്ട്ബുക്ക്, യൂണിഫോം എന്നിവയുടെ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കാസർഗോഡ് പാലക്കുന്നിൽ ബേക്കറി കട കുത്തിത്തുറന്ന് മോഷണം. മുഖം മറച്ച 2 പേരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. FSCTO നിയമസഭാ മാർച്ചിന് മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ജില്ലാതല പ്രകടനം നടത്തി. 100 കണക്കിന് പേർ പ്രകടനത്തിൽ അണിനിരന്നു. കാസർഗോഡ് ജില്ലയിൽ ഭർതൃമതികളായ യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഒരാഴ്ചക്കിടെ മാത്രം 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നൽകി കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. KGHMOA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാതല പ്രവേശനോത്സവം നടന്നു. ജില്ലയിലെ പോലീസ്, വിദ്യാഭ്യാസ മേഖലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ മാനേജർ TK ജമീല ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.